സദസ്സിലുമിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, മാന്യമാരെ, ഏവർക്കും നമസ്കാരം. ആദ്യമായി താരകാസുര നിഗ്രഹത്തിനായി കൈലാസനാഥൻ്റെ മൂന്നാം കണ്ണിൽ നിന്ന് ഉത്ഭവിച്ച ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഈ ക്ഷേത്ര സവിധത്തിൽ വെച്ച് എന്നെ ആദരിച്ച മീറ്റ്ന സുബ്രഹ്മണ്യ സ്പെഷ്യൽ പൂരാഘോഷ കമ്മിറ്റിയുടെ ഭാരവാഹികൾക്കും അതിൻ്റെ പ്രവർത്തകർക്കുമുള്ള അഘൈതവമായ നന്ദി ആദ്യം പ്രകാശിപ്പിക്കുന്നു. ഈ തോൽപ്പാവക്കൂത്ത് ചെനക്കത്തൂർക്കാവിലെ ഏകദേശം 150 കൊല്ലമായിട്ട് നടന്നു വരുന്ന, പൂരത്തോടനുബന്ധിച്ച് നടന്നു വരുന്നൊരു കലാരൂപമാണ്. ആ കലാരൂപം ഈ ചെനക്കത്തൂരിൽ കൂത്തു തുടങ്ങിയ കാലം മുതൽ ഞങ്ങളുടെ പൂർവികന്മാരാണ്, അച്ഛൻ്റെയും മുത്തശ്ശൻ്റെയും അതിന് മേലുള്ള പൂർവ്വപിതാക്കളുടെ കാലം മുതൽ തുടർച്ചയായിട്ട് നടത്തുന്നു വരുന്നതാണ്. ഈ തോൽപ്പാവക്കൂത്ത് രംഗത്ത് ഞാൻ 7ാം തലമുറയിൽപ്പെട്ട ആളാണ്. എൻ്റെ പൂർവികന്മാർ മുഴുവൻ ഈ കലാരംഗത്ത് പ്രവർത്തിച്ചു വന്നിരുന്ന ആൾക്കാരാണ്. ഈ മീറ്റ് ദേശവും തോൽപ്പാവക്കൂത്തുമായിട്ട് അഭേദ്യമായൊരു ബന്ധമുണ്ട്. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൻ്റെ ദേശമായ ഈ മീറ്റ്ന ദേശത്ത് ഈ പേര് വരാൻ കാരണം മീറ്റ്ന മനയാണ്. മീറ്റ്ന മന, ചെറുമുക്ക് മന, തോട്ടപ്പായ മന, ഈ 3 മനകളാണ് ഈ പഴയ കാലത്ത് ഏർന്നൂറിനും കീഴാനല്ലൂരിനും അതുപോലെ തെക്കിനിയടത്തും എന്ന് പറഞ്ഞിട്ടുള്ള 3 ചെനക്കത്തൂർ ഊരാളന്മാരുടെ മനയേക്കാളും പൂർവികമായിട്ട് ഉള്ള മനകളാണ് ഈ മീറ്റ്ന മനയും തോട്ടപ്പായ മനയും ചെറുമുക്ക് മനയും. ഈ മീറ്റ്ന മനയുടെ പേരിൽ നിന്നാണ് മീറ്റ്ന ദേശമുണ്ടായത്. പിന്നെ ഈ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രവും ഇതിൻ്റെ തൊട്ടടുത്തുള്ള നീലികാവ്, അതിന് ശൂലം കുത്തിക്കാവുന്ന പഴയ കാലത്ത് പറയുക, ഈ കാവും അടങ്ങുന്നത് ഐനിക്കൽ ദേവസ്വമാണ്. ഈ ഐനിക്കൽ ദേവസ്വത്തിൻ്റെ ഭരണകർത്താക്കളാണ് ഈ മീറ്റ്ന മനയും ചെറുമുക്ക് മനയും തോട്ടപ്പായ മനയും. ഈ തോൽപ്പാവക്കൂത്തിന് ഈ മീറ്റ്ന ദേശമായിട്ട് ബന്ധമുണ്ടെന്ന് പറയാൻ കാരണം, ആദ്യകാലത്ത് അതായത് ചെനക്കത്തൂർ കാവിൽ തോൽപ്പാവക്കൂത്ത് തുടങ്ങുന്നതിന് മുമ്പ് നീലികാവിലായിരുന്നു കൂത്ത് നടത്തിയിരുന്നത്. ഈ നീലികാവിൽ കൂത്ത് നടത്തിയിരുന്ന കാലത്ത് അന്ന് ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തു കൂടെ റോഡ് ഉണ്ടായിരുന്നില്ല. ആ റോഡ് ഫോർമേഷൻ ചെയ്ത കാലത്താണ് ഇവിടുത്തെ കൂത്ത് നിന്നു പോയതും അത് പിന്നീട് ചെനക്കത്തൂർ കാവിൽ തുടങ്ങാനും കാരണം. അപ്പോൾ ആദ്യം മണ്ണാർക്കാട്ടിൽ നിന്ന് ഞങ്ങളുടെ കുടുംബം ഇവിടെ വന്നത് നീലികാവൽ കൂത്ത് നടത്താനാണ്. അതായത് മീറ്റ്ന ദേശത്തിൽ പെട്ട ഈ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെയും കൂടി ദേവസ്വമായിട്ടുള്ള ഐനിക്കൽ ദേവസ്വത്തിന് കീഴിലുള്ള മറ്റേ നീലികാവിലാണ് ആദ്യം കൂത്ത് നടത്തിയിരുന്നത്. പിന്നെ ചെനക്കത്തൂർ പൂരം, ചെനക്കത്തൂരിൽ 17 ദിവസത്തെയാണ് തോൽപ്പാവക്കൂത്ത് നടത്തുന്നത്. ഞാനിവിടെ സമയമില്ലാത്തത് കൊണ്ട് തോൽപ്പാവക്കൂത്തിനെ കുറിച്ചൊന്നും ഞാൻ പറയാൻ പോണില്ല. പക്ഷേ ഈ തോൽപ്പാവക്കൂത്ത് കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക, 10 ദിവസം കഴിഞ്ഞ് 11ാം ദിവസമാണ് ചെനക്കത്തൂർ പൂരം നടക്കുന്നത്. ഈ ചെനക്കത്തൂർ പൂരത്തിൻ്റെ ഏറ്റവും ആവേശകരമായിട്ടുള്ള ഒരു ചടങ്ങ് നമ്മൾ മീറ്റ്ന ദേശത്തു നിന്ന് പുറപ്പെടുന്ന പൂതന്തറയുടെ ആറാട്ടാണ്. ആറാട്ടെന്ന് പറഞ്ഞിട്ടുള്ള ദേവി തൊഴാൻ പോകുന്ന ഒരു കലാപരിപാടി. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒന്നിച്ചുകൂടി കാവ് കയറുന്ന ചടങ്ങ് തുടങ്ങുന്നത് ഈ മീറ്റ്ന ദേശത്തു നിന്നാണ്. പിന്നെ നമ്മൾ ചെനക്കത്തൂർ കാവിൽ, അതായത് മറ്റുള്ള കാവുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏകദേശം എല്ലാ കലാരൂപങ്ങളും അവതരിപ്പിക്കുന്ന ക്ഷേത്രമാണ് നമ്മൾ ചെനക്കത്തൂർ കാവ്. ഇതിലൊരു പ്രധാന ഘടകമാണ് സ്പെഷ്യൽ പൂരാഘോഷ കമ്മിറ്റികൾ നടത്തുന്ന ചടങ്ങുകൾ. ഏകദേശം 100 കൊല്ലത്തോളമായി ചെനക്കത്തൂർ പൂരത്തിനോടനുബന്ധിച്ച് തേര്, കുതിര, തട്ടൽ മേൽക്കൂത്ത് തുടങ്ങിയ കലാരൂപങ്ങൾക്കൊപ്പം ആനപ്പൂരത്തിനോടൊപ്പം തന്നെ സ്പെഷ്യൽ പൂരാഘോഷ കമ്മിറ്റികൾ നടത്തുന്ന ചടങ്ങുകളും അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്.
മറ്റുള്ള പൂരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെനക്കത്തൂർക്കാവിൻ്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണികളെക്കാളും കൂടുതൽ കലാകാരന്മാർ അത് കളിക്കാനുള്ള സ്ഥലമാണ്. പഴയ ഗോത്ര സമ്പ്രദായം അനുസരിച്ച് കാണികളെക്കാളും ഷർട്ട് ഇട്ടിട്ട് സാരി ചുറ്റിയിട്ട് നിൽക്കുന്നതിനേക്കാളും കൂടുതൽ റോട്ടിൽ കൂടെ നടന്ന് അയ്യയ്യോ വിളിച്ച് കാവ് കയറുന്ന കളിക്കാരുള്ള അപൂർവ സുന്ദരമായിട്ടുള്ള ഒരു ഉത്സവമാണ് ചെനക്കത്തൂർക്കാവിലെ പൂരം. അതിന് കഴിഞ്ഞ 15 കൊല്ലമായി സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമിയായിട്ടുള്ള ഈ മുരുകൻ്റെ മുമ്പിൽ നിന്ന് ഒരു സ്പെഷ്യൽ പൂരാഘോഷം കൊണ്ടുപോകുന്ന കുട്ടികളാണ് ഇത് ഇരിക്കുന്നതിൽ കൂടുതൽ വരും. അവർ സ്വന്തം കാശ് വിരിച്ച് അതിൻ്റെ സ്വന്തം രീതിക്കുള്ള ഏതെങ്കിലും ഒരു കലാരൂപം കാവിൽ കയറ്റി കളിച്ചുകൊണ്ട് കയറുന്ന ആൾക്കാരാണ്. നമ്മൾ ഒരിക്കലും സ്പെഷ്യൽ പൂരാഘോഷ കമ്മിറ്റികളെ നിരുത്സാഹപ്പെടുത്തരുത്. കാരണം ഈ കുട്ടികൾക്ക് ആവേശം എനർജറ്റിക്കാണ് അവർ ഈ താളം കേട്ടിട്ട് കൈകൊട്ടിട്ട് പിടിക്കുന്നതിനേക്കാളും നല്ലത് അവർ കളിക്കട്ടെ. ആരോഗ്യം വേണമെങ്കിൽ കളി വേണം. അതിന് വേണ്ടിയിട്ട് ഈ കുട്ടികൾ നടത്തുന്ന ശ്രമത്തിന് നിങ്ങൾ എല്ലാവരും സഹകരിക്കണം. അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധത്തിലുള്ള സഹകരണങ്ങൾ ചെയ്തു കൊടുക്കണം. ഇന്ന് ചെറിയ തോതിലായിട്ട് 15 കൊല്ലമാണ് അവർ നടത്തുന്നത്. ചെറിയ തോതിലാണെങ്കിലും ഇതിനേക്കാൾ വിപുലമായിട്ട് ഈ കലാരൂപം ചെനക്കത്തൂർ കേവലിക്ക് കയറ്റാനുള്ള അനുഗ്രഹം സാക്ഷാൽ ചെനക്കത്തൂർ വാഴുന്ന കാളിയും നമ്മൾ തൊട്ടടുത്തുള്ള ഈ സുബ്രഹ്മണ്യ സ്വാമി നൽകണമെന്ന് അപേക്ഷിക്കണോ. അതിന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.